ജിൻജപ്പൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ജിൻജപ്പൻ അവിടെ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കണ്ടത്. അർജുൻ, അപ്സര, ജിൻജപ്പൻ കുറെ മൂവീസ് ഒക്കെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടുകൊണ്ട് ഞാൻ ബിഗ് ബോസ് എല്ലാം കാണുന്നില്ല, എന്നാലും കട്ട്സ് കാണാറുണ്ട്. പുറത്തിറങ്ങിയ ശേഷം ജനങ്ങൾ എന്താ പറഞ്ഞേ? എല്ലാവരും പറഞ്ഞു ലൈക്ക് എനിക്കൊരു നല്ല സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ക്ലാസി ആയിരുന്നു, ഒരു എന്താ പറയുക എത്തിക്സ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു. എന്തോ ബിഗ് ബോസിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സിജോ, ശ്രീതു, അർജുൻ, അപ്സര, ജിൻജപ്പൻ. വീട്ടിൽ നിന്ന് സജഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നന്നായിട്ട് കുറച്ചുകൂടി കളിക്കായിരുന്നു എന്തെങ്കിലും പറഞ്ഞോ അമ്മേരെ? വീട്ടിൽ നിന്ന് പറഞ്ഞു മക്കള് ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല, നല്ലതായിട്ട് നിന്നു എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു. അപ്പം എനിക്ക് ബഹളം വെക്കാൻ അത്ര ട്രിഗർ ആവുന്ന സമയത്ത് ഞാൻ ബഹളം വെക്കാറുള്ളൂ. അപ്പൊ എന്നെ ആരും അത്ര ട്രിഗർ ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ ഒരു ഗെയിം ആയിരുന്നില്ല, കുറച്ചുകൂടി നന്നായിട്ട് ഈ പറഞ്ഞ പോലെ ബഹളമൊക്കെ വെച്ച് കുറച്ച് തല്ലി വീഡിയൊക്കെ ഉണ്ടാക്കി ചെയ്തിരുന്ന കുറച്ചുകൂടി നന്നായിരുന്നില്ലേ? എന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളായിട്ട് നിൽക്കണം എന്നാണ്. ഫേക്ക് കാണിക്കാൻ എനിക്കറിയാം. ഞാൻ ഫേക്ക് അല്ല. അവിടെ പലരും ഫേക്ക് കാണിച്ചിട്ടാണോ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? ആയിരിക്കാം, എനിക്കറിയില്ല. ആയിരിക്കാം, ആയിരിക്കാതെ ഇരിക്കാം. അതൊക്കെ അവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം. ഞാനായിട്ട് ഞാനായിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ കുടുംബങ്ങൾക്ക് ചെയ്തുകൊണ്ട് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മൈൻഡ് സെറ്റിലുള്ളത് ഞാൻ ഭയങ്കര ക്രൂരയായിട്ടുള്ള ഒരു ആളാണെന്നാണ്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ശരണ്യ ആനന്ദായിട്ട് തന്നെ 100 ദിവസം കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ശരണ്യ ആനന്ദ് ഈ പറഞ്ഞ ക്യാരക്ടർ. ഈ ജിൻഡോനെ കപ്പടിക്കുന്നുള്ള രീതിയിൽ പുറത്തു വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അതിൻ്റെ അകത്ത് ഭയങ്കര മുടി വലിക്കണൊക്കെ ആയിട്ടുള്ള ഒരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡബിൾ സ്റ്റാൻഡ് ആണെന്നുള്ള രീതിയിലൊരു കമന്റുകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക? ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓരോ വരക്കിടുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല. നമുക്ക് ഈ 100 ക്യാമറ നമ്മുടെ കണ്ണിലില്ല, നമുക്ക് ആകെ ഒരു ക്യാമറ നമ്മുടെ കണ്ണ് മാത്രമേ. അപ്പം ആ സമയത്ത് ഞാൻ കാണുന്നില്ല എൻ്റെ പുറകിൽ എന്താ സംഭവിക്കുന്നത്. ജിൻജപ്പൻ്റെ കൈയൊക്കെ പുറകിലായിരുന്നു. ആര് വലിച്ചു എന്ത് വലിച്ചു എന്നുള്ളത് ക്ലിയർ വിഷൻ എനിക്കുണ്ടായിരുന്നില്ല. പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഐ സീൻ ദ വീഡിയോസ് ക്ലിപ്സ്, കുറേ ഫാൻസ് അത് തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഫാൻസിനൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അവർ കാണിച്ചതിനകത്ത് ജിൻജപ്പൻ അല്ലായിരുന്നു പിടിച്ചിരുന്നത്. സോ ഞാനത് എന്നിട്ടും കണ്ടിട്ട് ജിൻജപ്പനാന്ന് പറഞ്ഞ് എനിക്ക് എത്തിക്സ് ഇല്ലാത്ത ഒരാളായി പോകും. സോ അതെനിക്ക് അക്സെപ്റ്റഡ്, ജിൻജപ്പൻ അല്ല. സോ ഐ അപ്ലോജൈസ്ഡ്. അല്ല, പുള്ളി കപ്പെടുക്കും എന്നുള്ള തോന്നൽ എന്താണെന്ന് വെച്ചാൽ ജിൻജപ്പൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ജിൻജപ്പൻ അവിടെ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കണ്ടത്. ജിൻജപ്പൻ കപ്പെടുക്കും എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയില്ല. ഞാൻ പറഞ്ഞ എൻ്റെ 3-4 പേരുണ്ട്. സിജോ ഉണ്ട്, അപ്സരയുണ്ട്, അർജുനുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ പേരുണ്ട്. അതിൽ ജിൻജപ്പൻ വരുന്നെങ്കിൽ സന്തോഷം. ജിൻജപ്പൻ ആ ക്വാളിറ്റി ഉണ്ട്. ജിൻഡോ ഫേക്ക് ആയിട്ടല്ല